നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹൈറേഞ്ചിൽ നിന്നുള്ള ആ മണികിലുക്കം അങ്ങ് നിലച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. അവൻ വെറും ഷണ്ടൻ, ബ്യൂട്ടി പാർലറിൽ കയറി ഇറങ്ങി പുട്ടിയിട്ട് നടക്കുന്നവൻ. മണി ഡീൻ കുര്യാക്കോസിനെ അധിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാക്കുകളായിരുന്നു ഇത്. മലയാളി മറന്നിട്ടുണ്ടാകില്ല അത്. എന്നാൽ പെട്ടി പൊട്ടിച്ചപ്പോൾ ആശാന്റെ നെഞ്ചത്ത് കയറി പൊട്ടിച്ചിരിക്കുകയാണ് ഡീൻ കുര്യാക്കോസ്. വോട്ടെണ്ണൽ തുടങ്ങിയത് മുതൽ എതിരാളികളില്ലാതെ ഡീനിന്റെ തേരോട്ടമായിരുന്നു. LDF ചിത്രത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. 1 ലക്ഷവും കടന്ന് കുതിക്കുകയാണ് ഇപ്പോൾ ഡീൻ കുര്യാക്കോസ്. ഇടുക്കിയിൽ ആശാന്റെ മണികിലുക്കം അങ്ങ് നിന്നിട്ടുണ്ട്. അണ്ണാക്കിലെ പിരിവെട്ടിക്കുന്ന മറുപടിയാണ് വോട്ടിലൂടെ ഡീൻ കുര്യാക്കോസ് കൊടുത്തത്. വെറുതെ വായിട്ടലയ്ക്കുന്ന നേരത്ത് CPM-ന് വേണ്ടി പണിയെടുത്തിരുന്നുവെങ്കിൽ 10 വോട്ടെങ്കിലും മണിയാശാന്റെ പ്രവർത്തനത്തിലൂടെ കിട്ടിയേനെ. ആ നേരത്ത് അടുത്തവനെ തെറിയും വിളിച്ച് അധിക്ഷേപിച്ചും നടന്നാൽ വോട്ടല്ല പകരം കിട്ടുന്നത് ജനങ്ങളുടെ ചൂലിനടിയായിരിക്കും. എന്തായാലും ഹൈറേഞ്ചിൽ ഒരു ഈച്ച പറക്കണമെങ്കിൽ അത് ഞാൻ അറിയണമെന്ന് ഗീർവാണം അടിക്കുന്ന മണി അറിഞ്ഞോ? ഡീൻ പറക്കുകയാണ്. ഹൈറേഞ്ച് കുലുക്കി മറിക്കുകയാണ് ഡീൻ. വെന്നിക്കൊടി പാറിച്ചു കഴിഞ്ഞു. എതിരാളികളെ തകർക്കാൻ നാവിന്റെ ബലത്തിൽ എന്ത് വഷളത്തരവും വിളിച്ചു കൂവുന്ന മണിയുടെ അണ്ണാക്കിലെ പിരിവെട്ടി. കളക്ടർമാർ മുതൽ സകലരെയും തെറി വിളിച്ച് നടക്കുന്ന മണിയുടെയും കൂട്ടരുടെയും കാലം ഇടുക്കിയിൽ അവസാനിച്ചു കഴിഞ്ഞു. ഇവരുടെ ധാർഷ്ട്യത്തിനുള്ള അടിയാണ് കിട്ടിയിരിക്കുന്നത്. ജനങ്ങൾ വിധി എഴുതുകയാണ്. അതായത് CPM-ന്റെ ധാർഷ്ട്യത്തിനുള്ള അടിയാണ് ഞങ്ങൾ തരുന്നത് എന്ന്. ജനങ്ങളാണ് രാജാവ് എന്ന് വീണ്ടും വീണ്ടും പിണറായിയെയും കൂട്ടരെയും ഓർമ്മിപ്പിക്കുകയാണ്. അവരുടെ വിരൽ തുമ്പിൽ പതിയുന്ന മഷി, പുരളുന്ന മഷിയാണ് നിങ്ങളുടെ ഭാവി നിർണയിക്കുന്നത്. വോട്ട് കിട്ടി അവരെ തിരിഞ്ഞു നോക്കാതെ പോയാൽ പിന്നീട് വീണ്ടും ചെന്ന് കാണുമ്പോൾ അവർ തിരിച്ചടി നൽകുമെന്ന ഓർമ്മ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉണ്ടാകണം. അതിനുള്ള മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പും അതിന്റെ ഫലവും. CPM-ന്റെ അഹങ്കാരമായിരുന്നല്ലോ കേരളം കണ്ടുകൊണ്ടിരുന്നത്. തുടർഭരണം കിട്ടിയപ്പോൾ മുതൽ താഴെയും നിലത്തുമായിരുന്നില്ല CPM. പിന്നീട് ജനങ്ങളെ ചവിട്ടി തേക്കുകയായിരുന്നു. അങ്ങനെ ചവിട്ടി തേച്ചതിനുള്ള മറുപടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ പോലും CPM-ന്റെ ഏറ്റവും വലിയ നാണക്കേട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NDAക്ക് 2 സീറ്റിൽ ലീഡ് ചെയ്യുമ്പോൾ CPM 1 സീറ്റിലാണ്. അതിലും കിടന്ന് കിതയ്ക്കുകയാണ്. BJP-യോടാണ് ഇപ്പോൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് പറയേണ്ടി വരുന്നത്. അത്രത്തോളം അധപ്പതിച്ചു കഴിഞ്ഞു CPM എന്ന പാർട്ടി. പിണറായി വിജയന്റെ പിടിവാശിക്ക് ഈ പാർട്ടി നിലം പൊത്തിക്കഴിഞ്ഞു. ഇനിയും തല ഉയർന്നു നിൽക്കണമെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ തല താഴ്ത്തിയേ മതിയാകൂ. അങ്ങേയറ്റം അധിക്ഷേപമായിരുന്നല്ലോ ഡീൻ കുര്യാക്കോസിന് നേരെ മണി നടത്തിയത്. അതിനെതിരെ തെറിവിളി കൊണ്ടല്ല ഡീൻ മറുപടി കൊടുത്തത്. അപ്പോഴും മാന്യമായി തിരിച്ചു പ്രതികരിച്ചു ഡീൻ. മണിക്കും കൂട്ടർക്കുമുള്ള മറുപടി വാക്കിലൂടെയല്ല പ്രവൃത്തിയിലൂടെയാണ് ഇപ്പോൾ ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. അന്ന് മണി പറഞ്ഞത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഓർമ്മിപ്പിച്ചു തരാം. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു എന്ന നിലയിലാണ് ഡീൻ. അതിപ്പോൾ ആരാണെന്ന് ജനങ്ങൾ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഷണ്ടന്മാരെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കും. ഡീനിന് മുൻപുണ്ടായിരുന്ന PJ കുര്യൻ പെണ്ണുപിടിയനാണെന്നും മണി അധിക്ഷേപം നടത്തിയിരുന്നു. പൗഡറും പൂശി ഫോട്ടോ എടുത്ത് നാട്ടുകാരെ ഇപ്പോൾ ഒലത്താമെന്ന് പറഞ്ഞ് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. കെട്ടിവെച്ച കാശ് പോലും കൊടുക്കരുത്. വിദേശികളെ ചുമക്കുകയാണ് ഇടുക്കിക്കാരുടെ പണി. ആകെ സ്വദേശിയായുള്ളത് ഇപ്പോൾ ജോയ്സ് മാത്രമാണ്, മണി പറഞ്ഞു. ഇടുക്കി മണ്ഡലത്തിലെ സിറ്റിംഗ് MP-യും നിലവിൽ UDF സ്ഥാനാർത്ഥിയുമായിരുന്ന ഡീൻ കുര്യാക്കോസിന് നേരെയാണ് ഇത്രത്തോളം വഷളത്തരം മണി പറഞ്ഞത്. കെട്ടിവെച്ച കാശ് പോലും കൊടുക്കരുതെന്നൊക്കെ വീമ്പടിച്ചിട്ട് മിന്നുന്ന ജയമാണ് ഇടുക്കിക്കാർ ഡീനിന് കൊടുത്തത്. ഇതാണ് ജനങ്ങളുടെ മറുപടി. ഇനിയും അവരുടെ മെക്കിട്ട് കയറാൻ ചെന്നാൽ ഇതല്ല ഇതിലും വലിയ അടി CPM-ന് കിട്ടും. പച്ച തൊട്ട് നിൽക്കുന്ന ഒരേ ഒരു കര കേരളമാണ്. അതും കൊണ്ട് തൊലച്ചു കഴിഞ്ഞാൽ പിന്നെ കാൽച്ചുവട്ടിൽ മണ്ണില്ലാത്ത അവസ്ഥ വരും. അങ്ങനെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചറിയാതെ പിണറായി വിജയന്റെ താളത്തിന് നിന്ന് തുള്ളാൻ നിന്നുകൊടുത്താൽ ഇതല്ല ഇതിലും വലിയ ഗതികേട് CPM-ന് വരും. സത്യം പറഞ്ഞാൽ ഇതിലും വലിയ ഗതികേട് ഇനി വരാനില്ല. കാരണം NDAയോട് തകർന്നടിയുകയാണ് കേരളത്തിൽ. അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് പറഞ്ഞ് ഒരു തവണ NDAയുടെ ഉള്ള ഒരു അക്കൗണ്ട് പൂട്ടിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും അക്കൗണ്ട് തുറക്കാൻ അവസരം കൊടുത്തത് CPM മാത്രമാണ്. ഇവരുടെ പിടിപ്പുകേട് കൊണ്ട് തന്നെയാണ് BJP 2 സീറ്റിൽ ജയിക്കുകയാണെങ്കിൽ അതിന്റെ കാരണക്കാർ CPM-കാർ തന്നെയാണ്. കാരണം അവർക്ക് വളരാൻ വെള്ളവും വളവും കൊടുത്തത് CPM തന്നെയാണ്. എന്തായാലും കോൺഗ്രസിന് വലിയ ഒരു സമ്മാനമാണ് കേരളം കൊടുത്തിരിക്കുന്നത്. CPM-നുണ്ടായ അധോഗതി നിങ്ങൾക്ക് വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ജനങ്ങളാണ് പരമാധികാരികൾ, അവരാണ് രാജാക്കന്മാർ എന്ന ഓർമ്മ UDF-നെങ്കിലും ഉണ്ടാകട്ടെ. അങ്ങനെ കരുതിയാൽ നിങ്ങൾക്ക് നിലനിൽപ്പുണ്ടാകും.